വന്നടി ഇപ്പൊ വന്നു അതേനിപ്പ ഒന്നും വാങ്ങിട്ടാണ് അതെ അല്ല രാവിലെ ഇരുന്നതെല്ലാം നിങ്ങൾ ഇവിടെ എന്താ ഈ ഇരുത്ത ഇങ്ങനെ ഇരുന്ന് ഇത് ഒരു കാര്യം പോയാലും അത് ശരിയാവണില്ല നിങ്ങൾ അതിന്റെ ഉള്ളിക്കൊന്നും ഇരുന്നൂടെ അപ്പൊ എന്താ പിന്നെ എന്നെ കണ്ടിട്ടപ്പോ നിങ്ങൾക്ക് ശരിയാകാത്ത എന്താ നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കൊണ്ട് ഞാൻ ഒരു കാര്യത്തിന് പോയാൽ ശരിയാവണമില്ല നിങ്ങൾ ഇത് ഈ മുന്നിൽ ഇങ്ങനെ എന്റെ മുന്നിൽ ഒരു മാധുരി അച്ഛന്മാരി ഇങ്ങനെ കുത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ മാധുരി ഉച്ചകാലോ നിങ്ങൾ ഈ കുട്ടീനും കൂടി സ്വീപ്പാക്കി ബാലവാടി പോണം കൂടി സ്വീപ്പാക്കിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എത്തിയിട്ടേ അത് ഒരു ഭക്ഷണം പഠിക്കണത് കൂടി ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കണത്. പോകാൻ പറ്റൂല ഞാൻ പറഞ്ഞില്ല എന്നോട് പോകരുതെന്ന് കേട്ടോ. സുഖാണ് കേട്ടോ. പോവോ പറ്റൂലെന്ന് പറഞ്ഞില്ലേ? എന്റെ അടുത്തേക്ക് വരണ്ടാണോ? ഓനെ നമുക്ക് തരണം കേട്ടോ. ഓനെ കൊടുക്കണം. എന്റെ അടുത്തേക്ക് വരണ്ടാന്ന് ഓനെ ഓനെ ഞാൻ കാണിച്ചു കൊടുക്കാം. കുട്ടികളെ മുടക്കൽ തുടങ്ങിയല്ലേ. എന്താ എന്റെ പൂരി കുട്ടികളുടെ അടുത്തേക്ക് വരാൻ പാടില്ലല്ലേ? എന്താ എന്റെ കുറെ കർശന നിയമങ്ങൾ എപ്പ നോക്കിയാൽ ഈ മരുന്ന് കുളിക്കാന്ന് പറഞ്ഞോട്ട് ഞാനിതുകൊണ്ട് അടങ്ങാറായിക്കണേ. കാരണം ഈ തന്തനെ നോക്കിയാട്ട് ഏറെ മക്കളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ നോക്കാനും ഇരിക്കാനൊക്കെ ഞാൻ അതുകൊണ്ട് ഇപ്പൊ കുടുങ്ങിക്കണേ ചുരുക്കി പറഞ്ഞാല്. വയസ്സായ എപ്പല്ലേ എന്തിനാങ്ങളതിനോട് ഇങ്ങനെ ചൂടാക്കണത്? പിന്നെ ഞാൻ എന്താ ഒറ്റക്ക് ഇങ്ങനെ നോക്കണം എന്നാ പറയുന്നത്? 10 ചോദ്യം കൊണ്ടുപോയി നോക്കിക്കൂടെ? എന്തപ്പാനെ ഓരിയൊക്കെ ചെയ്യാ? എന്നാലും അല്ലല്ലോ ഒന്നും ഇങ്ങോട്ട് വരുന്നു പറഞ്ഞിടന്ന് വിളിക്കുക ചെയ്യൊക്കെ ചെയ്യണ്ടല്ലേ. നിങ്ങൾ ഇപ്പാനെ നോക്കിക്കോളി, വയസ്സായതാണ്. എപ്പോ നോക്കിയാലും കുളിയും മരുന്നും കാര്യങ്ങളൊന്നും പറഞ്ഞോട്. ഹലോ നാസറേ ഒന്ന് പെട്ടെന്ന് വാട്ടോ അവിടെ വീട്ടിക്കേ ഒന്ന് പെട്ടെന്ന് വാ. ഓക്കെ. എന്റെ വക വിളിച്ചിരുന്നു. ഇവിടെ ഇരിക്കേ ഞാൻ എന്നെ ഒരുപാട് 1-2 വട്ടം ഞാൻ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ എന്നെ കിട്ടിയിട്ടില്ല. എന്താ പ്രശ്നം? എന്താ പ്രശ്നം വെച്ചാല് ഇപ്പാന് ഇങ്ങക്കും ഒക്കെ ഒരേ അധികാരം തന്നെ അല്ലേ. അപ്പൊ എന്തപ്പാന് 10 ദിവസം ഇങ്ങക്കും കൊണ്ടുപോയിട്ടാ നോക്കിയാലേ. കാരണം ഞാനിപ്പോ എന്തുപ്പാന്റെ തന്നെ ഇപ്പാനെ ഞാൻ നോക്കി. ഞാനിപ്പോ എന്റെ പെരപ്പണിന്നെ പിന്നെ ലിൻഡല് വാർത്തുങ്ങാണ്ട് അയിമ അങ്ങനെ സുയിപ്പായി നിൽക്കുകയാണ്. ഞാനിപ്പോ ഇച്ചിന്റെ കാര്യം എന്ന് പറഞ്ഞാല് കുട്ടിനേട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ ഇതായിങ്ങാണ്ട് അടങ്ങറായിങ്ങാണ്ട് നിൽക്കുകയാണ്. അതുപോലെ അലർജിയും മറ്റതും മറിച്ചുമായിട്ട് അങ്ങനെ പെരൻ്റെ പണി അതങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊന്നും ഇപ്പോൾ ഞാനതാണ് അവിടേക്ക് ശ്രദ്ധിക്കാത്തത്. ശരിയാണ്. ഞാൻ പോട്ടെ. ഞാൻ അതിൻ്റെ കാര്യം പിന്നെ പറയാം. എന്താ പറയുക, ഞാൻ വേറെ സ്വീപ്പിലാണ്, അതുകൊണ്ടാണ് വേറെ സ്വീപ്പിലാണ് ഞാൻ പറയണ്ടേ. നോക്കുന്ന പോകുന്നൊരു കാര്യം പറയാൻ വിളിച്ചിരിക്കുക. ഞാൻ എന്തലാക്കാണ് എഴുതിങ്ങാണ്ട് പോന്നിട്ട് നോക്കുമ്പോൾ പിന്നെ ഇതാണിപ്പോൾ. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോ മറ്റോൻ പറഞ്ഞങ്ങാട് പോയത് ഇപ്പൊ എങ്ങനെയാണ്? ഓനെ നോക്കാൻ കഴിയൂലെന്നാ പറഞ്ഞത് ഇപ്പാനെ. ഇപ്പൊ ഇജ്ജ് ഏതായാലും ഇപ്പാനെ ഒരു 10 ദിവസത്തിന് കൊണ്ടുപോയിട്ട് നോക്ക്. കാരണം ഞാനിവിടെ ദിവസം ഇപ്പാന്റെ മുതലിന്റെ തന്നീനെക്കാട്ടിലും ഡബിൾ ഇപ്പൊ ഞാൻ ഇപ്പാക്ക് വേണ്ടിയിട്ട് ചെലവാക്കിക്കണ ഞാൻ. കാരണം എന്നിരുന്നാലും നമ്മളെപ്പോഴാണ് ഇപ്പാനെ എല്ലാരും നോക്കേണ്ട കടമ എല്ലാവർക്കും ഉണ്ട്. അതല്ല ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പാനെ വൃദ്ധസദനത്തിന് കൊണ്ടാക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഇപ്പാക്ക് മുതൽ തന്നതിന്റെ ആദ്യം ഡബിൾ ഞാൻ ചെലവാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങളോട് രണ്ടാളോട് ഞാൻ ഇപ്പൊ പറഞ്ഞേ. അത് അപ്പൊ അതൊന്നും ശരിയാവില്ല. ഞാനിപ്പോ എന്തായാലും തീരുമാനിച്ചിരിക്കണേ. ഞാൻ എന്റെ മനസ്സോട് കരുതിക്കണേ. എവിടെയും
സംഭവം ഇതപ്പാനെ നോക്കാനും ഒരാൾക്ക് എഴുതി തന്നിക്കണത് പിന്നെ എവിടെ കൊണ്ടാക്കിയാലും കുഴപ്പമില്ല. ഓക്കെ എന്നാൽ ശരി. നമുക്ക് നോക്കാനാവില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. അദ്ദുപ്പ, എന്തൊക്കെയുണ്ട് വർത്താനം? പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട് എൻ്റെ ഓട്ടോറിക്ഷ ഉണ്ടൊന്ന് പെട്ടെന്ന് വാവട്ടോ. നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട് ഇതൊന്ന് വാവ. അല്ല, ഏതാ സുഹൃത്തിക്ക് പറ്റിനെ കൊണ്ടാക്കിയിരിക്കണേ? ഇപ്പം നിങ്ങൾക്ക് അവിടെ പോയാൽ നല്ല സുഖം ഉണ്ടാവും. കാരണം ഭക്ഷണവും കാര്യങ്ങളും മറ്റുള്ളതും ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. എവിടെ? നമ്മൾ ഒരു പിന്നെ ഉപ്പമാരെ നോക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. അപ്പോൾ അവിടെ പിന്നെ നിങ്ങൾക്ക് നിന്നാലേ, കാരണം ഇതിപ്പോൾ എല്ലാ കാര്യത്തിനും എന്നെ കൊണ്ട് എത്തിപ്പെടുന്നില്ല നോക്കാൻ. പറ്റി മനസ്സിലായി. ഈ വയസ്സായവരെ കൊണ്ടുപോയി തള്ളുന്ന സ്ഥലമുണ്ട്, എന്താ വൃദ്ധസാധനം അല്ലേ? അങ്ങനെ പറയുന്നു. അവിടേക്ക് ആക്കാനല്ലേ? ശരി, എന്നാ ആയിക്കോട്ടെ, പാട്ട് ഇഷ്ടംപോലെ ആയിക്കോട്ടോ. കുട്ടികളെ അടിയിൽ ഇപ്പൊ എന്നെ എനിക്ക് കൊണ്ടുപോകണം അല്ലേ? എന്നാ ആയിക്കോട്ടെ, നീച്ച് എന്നാ പോവുക. ആയിക്കോട്ടെ. ആ, ഇവിടെ വാ, ഒരു കാര്യം സ്ഥലം വരെ പോകാണ്ട് ഇരിക്കും അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വിളിച്ചെന്താ വെച്ചാല്, ഞാനിവിടെ ഇപ്പാനെ കൊണ്ട് ഇപ്പാനെ വയസ്സന്മാര് ഇരിക്കുന്ന താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, വൃദ്ധസ്ഥാനം. കാരണം പുറത്ത് പറയാൻ പറ്റൂല, എന്നിരുന്നാലും വൃദ്ധസ്ഥാനം ഉണ്ട്. അവിടെ നമുക്ക് എൻ്റെ ഉപ്പാനെ ഒന്ന് കൊണ്ടുപോയി ആക്കണം. കാരണം എന്നെ കൊണ്ട് നോക്കി എത്താൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് എത്രയും ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അണക്ക് നോക്കാൻ വയ്യെങ്കിൽ ഞാൻ നോക്കിക്കൂടെ, കൊണ്ടുപോയിക്കൂടെ. ചെറിയ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ ഈ മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് അധ്വാനിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഗൾഫേരായിട്ടല്ലേ ഇതൊക്കെ സോന വേണ്ടാന്ന് നിൽക്കുന്നത്. ചെറിയ നോക്കി നിങ്ങൾ ഈ എത്രയും 5-6 ശരി ഒന്ന് ആലോചിച്ച് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ ജനം നോക്കിയാൽ മതി. അസ്സലാമു അലൈക്കും. ഇപ്പം എൻ്റെ ഞാൻ നിങ്ങളെ എവിടെയും കൊണ്ടാക്കണില്ല. കാരണം ഞാൻ അങ്ങനെ എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം അതിനൊന്നും നിങ്ങൾ വിഷമം കരുതണ്ട. കാരണം ഞാൻ നിങ്ങളെ എവിടെയും കൊണ്ടാക്കണില്ല, കേട്ടില്ലേ? എൻ്റെ ഉപ്പാനെ ഞാൻ എന്നും എൻ്റെ ഉപ്പാനെ പൊന്നുപോലെ ഞാൻ നോക്കുന്നത്.